എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 ഡിസംബറിൽ നടന്ന +1 എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. പ്രോബ്ലംസ് വരുന്ന ഭാഗം നമ്മൾ അടുത്ത മൂന്നാമത്തെ ഭാഗത്താണ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. എല്ലാവരും പബ്ലിക് എക്സാമിന് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. ഒരു രാജ്യത്തിലെ മനുഷ്യ മൂലധന രൂപവൽക്കരണത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ എ കൺട്രി. മനുഷ്യ മൂലധനം മനുഷ്യന് ഒരു മൂലധന വസ്തുവായി മാറുക. എപ്പോഴാണ് മനുഷ്യന് മൂലധന വസ്തുവായി മാറുക? മൂലധന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് എപ്പോഴാണ് ഒരു മൂലധന വസ്തുവായി മാറുക? മനുഷ്യന് നല്ല കഴിവുണ്ടാവുമ്പോൾ, തൊഴിൽ ചെയ്യാനുള്ള നല്ല കഴിവുണ്ടാവുമ്പോൾ, നല്ല ജീവിത നിലവാരം പുലർത്തുമ്പോൾ, മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്തുകയും നല്ല വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നത്, രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ നല്ലൊരു മൂലധന വസ്തുവായി മാറുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ഒരു മൂലധന വസ്തു ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് മൂലധന വസ്തു ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിക്കിടയിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫർമേഷൻ, ഇങ്ങനെ പ്രധാനമായിട്ടുള്ള 5 ഘടകങ്ങളാണ് മനുഷ്യന് ഒരു മൂലധന വസ്തു ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒന്ന് വിദ്യാഭ്യാസം. നല്ലൊരു വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് എന്താണ് മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താനും നല്ല വരുമാനം ഉണ്ടാക്കാനും നല്ല രീതിയിൽ ജീവിത നിലവാരം പുലർത്താനൊക്കെ സാധിക്കും. അപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയൊക്കെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല ജീവിതത്തിന് നല്ല ഗുണമേന്മ ഉണ്ടാക്കും. അതുപോലെ ഉൽപാദനക്ഷമത കൂട്ടും അല്ലെ. അതായത് എന്താണ് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാനും നല്ല വരുമാനം കണ്ടെത്താനും സാധിക്കും. നല്ല സാമൂഹിക പദവി ഉണ്ടാക്കിയെടുക്കും. പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ പുതുമകൾക്ക് പ്രേരണമാകും. രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ആരോഗ്യം. നല്ലൊരു ആരോഗ്യമുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ആരോഗ്യ മേഖല വികസിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രതിരോധ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, രോഗനിവാരണ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മെഡിസിൻ, ആരോഗ്യ സാക്ഷരത പ്രചരണം അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വാഹനങ്ങളൊക്കെ അനൗൺസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. മഴക്കാലമായി കഴിഞ്ഞാൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം. അതുപോലെ ഒരുപാട് മരുന്നുകളൊക്കെ തരാറുണ്ട്. ശുദ്ധജല വിതരണം, ശുചീകരണ സൗകര്യ നിർമ്മാണം, ഇങ്ങനത്തെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. നല്ലൊരു ആരോഗ്യമുള്ള ആൾക്ക് മാത്രമേ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാനും നല്ല രീതിയിൽ ജീവിത നിലവാരം പുലർത്താനും സാധിക്കുള്ളൂ. ജോലിക്കിടയിൽ പരിശീലനം. മെച്ചപ്പെട്ട ഒരു തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ജോബ് ട്രെയിനിങ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരുപാട് കമ്പനികൾ അവരുടെ അവിടുത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി അവിടുത്തെ തൊഴിലാളികളൊക്കെ നല്ല ട്രെയിനിങ്ങിന് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനുവേണ്ടി പരിചയസമ്പന്ന സൂപ്പർവൈസർമാരുടെ കീഴിലൊക്കെ തൊഴിലെടുക്കാൻ വേണ്ടി ആളുകളെ നിയോഗിക്കും. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക പരിശീലനം കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ വിദേശ രാജ്യങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി അയക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 4 കുടിയേറ്റം, മൈഗ്രേഷൻ. കുടിയേറ്റം ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾക്ക് തൊഴിലന്വേഷിച്ച് കുടിയേറ്റം നടത്താറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫ് മേഖലയിലേക്ക് ആൾക്കാർ കുടിയേറ്റം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടിയേറ്റം നടത്തുന്നവര്, ജീവിത നിലവാരത്തിന് വേണ്ടി കുടിയേറ്റം നടത്തുന്നവര്, തൊഴിൽ കണ്ടെത്താൻ വേണ്ടി കുടിയേറ്റം നടത്തുന്നവര്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം വിദേശ രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട വരുമാനവും നല്ല ജീവിത സൗകര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ നാടുകളിലേക്ക് ആളുകൾ കുടിയേറ്റം നടത്തുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടിയേറ്റം നടത്തുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റം നടത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. വിദേശ രാജ്യങ്ങൾ നല്ല മെച്ചപ്പെട്ട വരുമാനം കിട്ടും. ആ വരുമാനം ഉപയോഗിച്ച് നല്ല ജീവിത നിലവാരം പുലർത്തുന്നതൊക്കെ കണ്ടിട്ടാണ് ഇവർ കുടിയേറ്റം നടത്തുന്നത്. 5ാമത് ഇൻഫർമേഷൻ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള ഘടകമാണ് IT അഥവാ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് ഏതൊരു തൊഴിലിലും അല്ലെങ്കിൽ ഏതൊരു തൊഴിൽ മേഖലയിലും ഒരു പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു ഘടകമാണ് IT മേഖല. നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം കിട്ടി നല്ലൊരു തൊഴിൽ കണ്ടെത്തുകയാണെങ്കിൽ അവിടെയൊക്കെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT മേഖല ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. മനുഷ്യമൂലത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ അതാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിക്കിടയിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫർമേഷൻ. ഈ 5 ഘടകങ്ങളാണ് മനുഷ്യർ മൂലധന വസ്തു ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ. പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കുന്ന രീതികൾ വിശദമാക്കുക. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് കളക്ടിംഗ് പ്രൈമറി ഡാറ്റ.
പ്രൈമറി ഡാറ്റ, പ്രാഥമിക ദത്തങ്ങൾ. നമ്മൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് പ്രാഥമിക ദത്തങ്ങൾ അഥവാ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. 5 മാർക്കിന് എക്സാമിന് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ് പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വിവിധ രീതികൾ വിശദമാക്കാൻ വേണ്ടി. പ്രാഥമിക ദത്തങ്ങൾ നമ്മൾ നേരിട്ട് അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുക. ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ അയാളെ നേരിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കും അല്ലെ. അതാണ് വ്യക്തികളുമായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖം, പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരാളെ ഫോൺ വിളിച്ചിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കാം. അത് നമ്മൾ ടെലിഫോൺ അഭിമുഖം അഥവാ ടെലിഫോണിക് ഇന്റർവ്യൂ എന്ന് പറയും. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ എന്താണ് ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ നമ്മൾ തപാൽ മുഖേന ക്വസ്റ്റനെയർ അയച്ചെടുത്തിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കാം. അത് നേരിട്ട് വ്യക്തി ഇന്റർവ്യൂവിന് വിധേയമാക്കുകയാണ്. ഇതിന് നമ്മൾ മെയിൽഡ് ക്വസ്റ്റനെയർ എന്ന് പറയും. അപ്പം ഇങ്ങനെ 3 രീതിയിലുള്ള ഇന്റർവ്യൂകളുണ്ട് പ്രധാനമായിട്ടും. 1 വ്യക്തികളുമായിട്ട്, 2 ടെലിഫോണിക് ഇന്റർവ്യൂ, 3 മെയിൽഡ് ക്വസ്റ്റനെയർ. അപ്പൊ ഈ 3 രീതിയിലുള്ള ഇന്റർവ്യൂവില് ഗുണങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇവിടെ അത് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 5 മാർക്കിനൊക്കെ വരുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ വ്യക്തികളുമായി നേരിട്ടുള്ള അഭിമുഖം അഥവാ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയും. നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ കുറിച്ച് അറിയാൻ വേണ്ടി അയാളെ നേരിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കുകയാണ് അല്ലെ. അന്വേഷകരിൽ നിന്ന് എന്താണ് അന്വേഷകൻ എന്താണ്, ആരാണോ ഇന്റർവ്യൂവിന് വിധേയമാക്കുന്നത് അയാളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അയാളുടെ മുഖതാവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പം അതിനെന്താണ്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഒന്ന്, ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ പ്രതികരണ നിരക്ക്. നമുക്ക് അയാളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി സാധിക്കും. എല്ലാവിധ ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും നല്ലത്. ഒരു തുടക്കം നല്ല ഒതുക്കുള്ള രീതിയിൽ അല്ലെങ്കിൽ അവസാനമുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ക്രമപ്പെടുത്തി ചോദിക്കാൻ വേണ്ടി സാധിക്കും. വ്യക്തതയില്ലായ്മയ്ക്കുള്ള ചോദ്യങ്ങൾക്ക് സ്പഷ്ടത വരുത്താൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് അയാളെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ എന്താണ് അറിയാത്ത വിവരങ്ങൾ അതൊക്കെ നമുക്ക് അയാളിൽ നിന്ന് നേരിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ എന്താണ് അതിന്റെ ഗുണങ്ങളാണ്. എന്നാൽ അതുപോലെ ദോഷങ്ങളുണ്ട്. ഇത് വളരെ ചെലവേറിയതാണ്. കാരണം എന്താണ്, നമ്മൾ അയാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ അയാളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവരും അല്ലെങ്കിൽ അയാളെ നമ്മൾ തെരഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താണ്, ചിലപ്പോൾ വാഹനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പണം ചെലവഴിക്കേണ്ടതുണ്ട്. കൂടുതൽ സമയം എടുക്കും. കാരണം ഒരാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും. പിന്നെ വിവരദാതാക്കളെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ആരെയാണ് ഇന്റർവ്യൂവിന് വിധേയമാക്കുന്നത് അപ്പം അയാളിൽ നിന്ന് സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അയാളുടെ ഗുണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ വിസ്തൃതിയിൽ ഒരിടത്ത് ഇത് അനുയോജ്യമല്ല. നമുക്ക് അതിനായിട്ടുള്ള നല്ല സ്ഥലങ്ങളും സൗകര്യങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സിനിമ നടന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ അതിനനുസരിച്ച സ്ഥലം നമ്മൾ ആദ്യം തന്നെ തെരഞ്ഞു കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അടുത്തത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി. രണ്ടാമത്തത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി. നമ്മൾ ഒരാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ നമ്മൾ തപാൽ മുഖേന പോസ്റ്റ് വഴി ഇന്റർവ്യൂവിന് വിധേയമാക്കാം. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂവിന് വിധേയമാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആരെയാണ് ഇന്റർവ്യൂവിന് വിധേയമാക്കേണ്ടത് അയാൾക്കുള്ള ഒരു ക്വസ്റ്റനെയർ അല്ലെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കിയിട്ട് അയാൾക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ ചെലവ് വളരെ കുറഞ്ഞതാണ്. കാരണം ഒരു ക്വസ്റ്റനെയർ തയ്യാറാക്കിയിട്ട് നമുക്ക് എന്താണ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ ചെലവും കാര്യങ്ങളൊന്നുമില്ല. വിദൂര മേഖലയിൽ എത്തിപ്പെടാനുള്ള ഏക രീതി, ഇപ്പൊ നമുക്ക് ഒരാൾ ഇന്റർവ്യൂ വിധേയമാക്കുമ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ സ്ഥലങ്ങളിലേക്ക് ഇതുവഴി ഈ ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ കൂടുതലായിട്ടും പ്രയോജനപ്പെടുത്തുക. വിവരദാതാക്കളെ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ക്വസ്റ്റനെയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആൻസർ ആയിരിക്കും നമുക്ക് തരിക. വിവരം നൽകുന്നവരുടെ അനോണിമി കാത്തു സൂക്ഷിക്കുന്നു അല്ലെ. അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പുറത്തു വിടാതെ നമ്മൾ സൂക്ഷിക്കും. സചേതനായ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉത്തമം അല്ലെ. നല്ല രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റായിട്ട് വിവരങ്ങളൊക്കെ കിട്ടും. വേണ്ടത്ര സമയം വിവരദാതാവിന് ലഭിക്കുന്നു അല്ലെ. കാരണം എന്താണ്, അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്താണ് അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും അയാൾക്ക് ക്വസ്റ്റനുള്ള ആൻസർ ഇതിന് തിരിച്ചയക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് ദോഷങ്ങളുണ്ട്. വിവരദാതാക്കൾ നിരസരാണെങ്കിൽ ഒട്ടും അനുയോജ്യമല്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കാണ് ഈ ക്വസ്റ്റനെയർ അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും എന്താണ് അതിനുള്ള ആൻസറും കാര്യങ്ങളും നമുക്ക് കിട്ടുകയില്ല. പ്രതികരണത്തിന് കൂടുതൽ സമയമെടുക്കും. ഒരാൾക്ക് നമ്മളൊരു ക്വസ്റ്റനെയർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും കിട്ടണമെന്നില്ല. കാരണം എന്താണ്, അയാൾക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രമേ അതിന് ആൻസർ എഴുതി തിരിച്ചയക്കുള്ളൂ. സംശയ ദൂരീകരണത്തിന് അവസരമില്ല. കാരണം അയാൾ അയക്കുന്ന എന്താണ് ആൻസർ എന്താണോ അത് തന്നെ ആയിരിക്കണം അന്വേഷകനെ കണ്ടെത്തിയ വിവരങ്ങളെ. അല്ലെങ്കിൽ എന്താണ് അവിടെ കൂടുതലായിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളോ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. പ്രതികരണം ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. അയാളുടെ പ്രതികരണം എങ്ങനെയെന്ന് പോലും നമുക്ക് ഒരിക്കലും നേരിട്ട് നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. പ്രതികരണ നിരക്ക് താരതമ്യേന കുറവായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു 50 ആൾക്കാണ് ക്വസ്റ്റനെയർ അയച്ചെടുക്കുന്നതെങ്കിൽ അതിലെല്ലാവരും ചിലപ്പോൾ തിരിച്ചയക്കണമെന്നില്ല അതിന്റെ ആൻസർ അല്ലെ. അതിലെന്താണ് താല്പര്യമുള്ളവർ മാത്രമേ അതിന് എന്താണ് ആൻസറും കാര്യങ്ങളൊക്കെ തിരിച്ചയക്കുകയുള്ളൂ. മൂന്നാമത്തത് ടെലിഫോണിക് ഇന്റർവ്യൂ അഥവാ ടെലിഫോൺ അഭിമുഖം. ഈ രീതിയിൽ അഭിമുഖം നടത്തുന്ന ആൾ ഡാറ്റ ശേഖരണ വിവരദാതുവുമായി ബന്ധപ്പെട്ട ടെലിഫോൺ ഉപയോഗപ്പെടുത്തുന്നു അല്ലെ. ഫോൺ ഉപയോഗിച്ചിട്ട് ആളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുന്നതിനാണ് ടെലിഫോണിക് ഇന്റർവ്യൂ എന്ന് പറയാം. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. താരതമ്യേന ചെലവ് കുറവായിരിക്കും. കാരണം ഒരാൾക്ക് ഫോൺ വിളിക്കുന്നതിന് കൂടുതൽ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല.
ഒരിക്കലും നമുക്ക് വിവരദാതാക്കളെ സ്വാധീനിക്കാൻ സാധിക്കില്ല. സംശയ ദൂരീകരണ സൗകര്യം, കൂടിയ പ്രതികരണ നിരക്ക്, കുറഞ്ഞ സമയം കൊണ്ട് നടത്താൻ സാധിക്കും അല്ലെ. കൂടുതൽ ചെലവുമില്ല, കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ഒരാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കാം. അയാളിൽ നിന്ന് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. കാരണം ഫോൺ വഴിയാകുമ്പോൾ പ്രതികരണം അങ്ങനെ എന്താണ് നമുക്ക് മോശപ്പെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ദോഷങ്ങളുണ്ട്. പരിമിതമായിട്ടുള്ള ഉപയോഗം അല്ലെ. കാരണം എന്താണ് ഇത് ചോദ്യം ഒരാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അയാൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് അയാൾക്ക് ആൻസറിനോട് അയാളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിവരങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. വിവരദാതാക്കളെ ചോദിക്കാനിടയുണ്ട് അല്ലെ. അതായത് ഒരാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ അയാളോടുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് പ്രാഥമിക തത്വങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വിവിധ രീതികൾ. എക്സാമിന് കൂടുതലായിട്ട് 5 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ്. 1 പേഴ്സണൽ ഇന്റർവ്യൂ, 2 ടെലിഫോണിക് ഇന്റർവ്യൂ, 3 മെയിൽഡ് ക്വസ്റ്റനെയർ. അപ്പോൾ ഈ 3 രീതിയിലുള്ളതാണ് ഒരാളെ നേരിട്ടുള്ള ഇന്റർവ്യൂവിന് വിധേയമാക്കുന്നത് അഥവാ പ്രാഥമിക ദത്ത ശേഖരങ്ങൾ എന്ന് പറഞ്ഞാൽ. 28ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും സഞ്ചിതാവൃത്തി വക്രങ്ങൾ വരയ്ക്കുക. ലഘു സഞ്ചിതാവൃത്തി വക്രം, ഗുരു സഞ്ചിതാവൃത്തി വക്രം, ലസ്താനോജ്യവും മോർദാനോജ്യവും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 5 മാർക്കിന് എക്സാമിന് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതിനൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇതിന്റെ അവസാന ഭാഗങ്ങൾ ചെയ്യുന്നത് പാർട്ട് 3യിലാണ് ചെയ്യുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദാരിദ്ര്യരേഖ നിർവചിക്കുക. ഡിഫൈൻ പോവർട്ടി ലൈൻ. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കിയ 3 സമീപനങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ 3 അപ്രോച്ചസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് പോവർട്ടി ഇൻ അലിവേഷൻ ഇൻ ഇന്ത്യ. ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യത്തെ കുറിച്ച് നിർവചിക്കാൻ വേണ്ടി പറയാറുണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് കാരണങ്ങൾ ചോദിക്കാറുണ്ട്. എക്സാമിന് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. ദാരിദ്ര്യരേഖ നിർവചിക്കുക. എന്താണ് ദാരിദ്ര്യരേഖ? ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ്. അതായത് ഒരു നിശ്ചിത വരുമാനത്തിന് താഴെയുള്ളവരെ എന്താണ് ദാരിദ്ര്യരേഖ താഴെയുള്ളവരായിട്ടും ഒരു നിശ്ചിത വരുമാനത്തിന് മുകളിലുള്ളവരെ ദാരിദ്ര്യരേഖ മുകളിലുള്ളവരായിട്ടും കണക്കാക്കുകയാണ്. APL, BPL, എബോ പോർട്ടി ലൈൻ ആൻഡ് ബിലോ പോർട്ടി ലൈൻ. ദാരിദ്ര്യരേഖ താഴെയുള്ളവരെ ബിലോ പോർട്ടി ലൈൻ അഥവാ BPL എന്നും ദാരിദ്ര്യരേഖ മുകളിലുള്ളവരെ എബോ പോർട്ടി ലൈൻ അഥവാ APL എന്നും പരിഗണിക്കും. എന്നാൽ ആദ്യത്തെ കാലത്ത് ദാരിദ്ര്യരേഖ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു നിശ്ചിത കലോറി ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു നിശ്ചിത കലോറി ഊർജ്ജം കിട്ടുന്നതിനനുസരിച്ചാണ് എന്ത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ദാരിദ്ര്യരേഖ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഗ്രാമീണർക്ക് 2400 കലോറിയും നഗരവാസികൾക്ക് 2100 കലോറിയുമായിട്ടാണ് എന്താണ് ദാരിദ്ര്യരേഖ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഗ്രാമവാസികൾക്ക് കൂടുതൽ കായികോദ്ധാനം വേണം അല്ലെ. കാരണം എന്താണ് അവര് ഗ്രാമങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ നല്ലൊരു പോഷകമൂല്യമുള്ള ഫുഡുകളൊന്നും കിട്ടൂല എന്നൊക്കെ കണക്കാക്കിയിട്ടാണ് എന്താണ് ഇവർക്ക് 2400 കലോറി ഇതായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. 2009-2010 ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 673 രൂപയും നഗരപ്രദേശങ്ങളിൽ ഒരാൾക്ക് മാസത്തിൽ 870 രൂപയുമായിട്ടായിരുന്നു എന്താണ് ദാരിദ്ര്യരേഖ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ഇപ്പം ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വരുമാനത്തിന് അല്ലെങ്കിൽ എന്താണ് നിശ്ചിത ഊർജ്ജത്തിന് താഴെയുള്ളവരെ BPL അഥവാ ദാരിദ്ര്യരേഖ താഴെയുള്ളവരായിട്ടും നിശ്ചിത വരുമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ നിശ്ചിത ഊർജ്ജത്തിന് മുകളിൽ കിട്ടുന്നവരെ ദാരിദ്ര്യരേഖ മുകളിലുള്ളവരായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എന്നുള്ള രീതിയിലും വ്യത്യസ്തമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കിയ 3 സമീപനങ്ങൾ വിശദീകരിക്കുക. എക്സാമിന് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്താണ് 3 സമീപനങ്ങൾ. അത് പ്രധാനമായിട്ടും 3 എന്ന് പറഞ്ഞാൽ 1 സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും, 2 ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. സ്വയം തൊഴിൽ പദ്ധതികൾ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ എന്താണ് സ്വന്തമായിട്ട് എന്താണ് വരുമാനം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിൽ നിന്ന് എന്താണ് വായ്പയും കാര്യങ്ങളൊക്കെ അനുവദിച്ച് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുന്നവരെ. അതുപോലെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ, അത് അമ്മയും കുഞ്ഞിനും അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ എന്താണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നത്, സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ അംഗനവാടിയിൽ നിന്നൊക്കെ ഭക്ഷണം കിട്ടുന്നത്. 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഔപചാരിക മേഖലയിലും അനൗപചാരിക മേഖലയിലും പെട്ട ആളുകൾക്ക് എന്താണ് ഇൻഷുറൻസ് പരീക്ഷ പോലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് എന്ന് പറയുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത് എക്സാമിന് 8 മാർക്ക് ചോദിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ഒന്നാമത് സ്വയംദാന പദ്ധതികളും സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാജ്കാർ യോജന SGSY ആണ്. 1980 ഒക്ടോബർ 2 നിലവിൽ വന്ന IRDP എന്ന പരിപാടിയിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാജ്കാർ യോജന എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ എക്സാമിന് വിവരിക്കാൻ വേണ്ടി പറയാം. അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വിവരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജന PMRY. അഭ്യസ്ത വിദ്യരായ തൊഴിലരഹിതരെ ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയാണത്. കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങളിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ തൊഴിലരഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആരംഭിക്കുന്ന ഗവൺമെന്റ് ധനസഹായം കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഗ്രാമീണ തൊഴിലുൽപാദന പദ്ധതി REGP ഗ്രാമങ്ങളിലും ചെറുകിട പട്ടണങ്ങളിലും തൊഴിലവസരം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നത്. സ്വർണ്ണ ജയന്തി സാരി ഓസ്കാർ യോജന സ്വയം തൊഴിൽ ചെയ്യുന്ന ഏർപ്പാടും വേതനത്തിന് ജോലി ചെയ്യുന്ന പരിപാടിയും ഉൾപ്പെട്ടതാണ്. ജവഹർ റോസ്കാർ യോജന JRY ഗ്രാമീണ മേഖല തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്രദമാവണ്ണം തൊഴിൽ നൽകുന്ന പദ്ധതിയാണിത്. നെഹ്റു റോസ്കാർ യോജന JRYയുടെ നഗരപ്രദേശങ്ങൾക്കുള്ള പദ്ധതിയാണിത്. NRY ഇത് പ്രകാരം നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലാത്തവർക്കും പ്രയോജനമാവണ്ണം തൊഴിൽ കിട്ടുന്നതാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്ര 2005 NREGP അഥവാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടന്നുള്ളത്. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ രണ്ടാമത്തെ പദ്ധതിയാണ്. ഒന്നാമത്തെ എന്താണ് സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും. രണ്ടാമത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. പൊതുവിതരണ സമ്പ്രദായം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ് റേഷൻ വഴിയൊക്കെ അരി സാധനങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സംയോജിത ശിശു വികസന പദ്ധതി ഈ പദ്ധതി പ്രകാരം അമ്മമാർക്കും 6 വയസ്സിന് താഴെ കുട്ടികൾക്കും ഭക്ഷ്യസഹായം നൽകുക. ICDS എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. സ്കൂളിൽ ഉച്ചഭക്ഷണം മിഡ് ഡേ മീൽ സ്കീം. അന്നപൂർണ്ണ സ്കീം വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിൽ വരുന്നത് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി ഇക്കൂട്ടർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അന്ത്യോദയ അന്ന യോജന വളരെ പാവപ്പെട്ട കുടുംബങ്ങളെയാണ് AAY ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആത്മീയ ബീമാ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, അതുപോലെ രാഷ്ട്രീയ സ്വസ്ഥ് ബീമാ യോജന, അടൽ പെൻഷൻ യോജന, ജനശ്രീ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നതൊക്കെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇതൊക്കെ എന്താണ് ഇൻഷുറൻസ് പരിരക്ഷയും അതുപോലെ മറ്റുള്ള ആനുകൂല്യങ്ങളും പെൻഷനും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ് പദ്ധതികൾ. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം നീക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന 3 പദ്ധതികളാണിത്. ഇല്ല എന്താണ് 3 സമീപനങ്ങളാണിത്. ഒന്നാമത് സ്വയം തൊഴിൽ പദ്ധതികൾ, തൊഴിൽദാന പദ്ധതികൾ, രണ്ടാമത് എന്താണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, മൂന്നാമത്തെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. ഇങ്ങനെ 3 പദ്ധതികൾ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്ര ശ്രേണികളും സന്തത ശ്രേണികളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ളത് ആയതുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. 31 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 8 സ്കോർ വീതം. എന്താണ് സുസ്ഥിര വികസനം? എക്സാമിന് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സുസ്ഥിര വികസനം നിലനിർത്തുന്നതിന് പാരിസ്ഥിതിക സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം? സുസ്ഥിര വികസനത്തിന്റെ തന്ത്രങ്ങൾ വിവരിക്കുക. 8 മാർക്കിന് വന്നുള്ള ചോദ്യമാണ്. ഈ ഒരു പബ്ലിക് എക്സാമിന് നമുക്ക് 8 മാർക്കിന് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് എന്താണ് ഉൽപാദനം അല്ലെങ്കിൽ കാർഷിക മേഖല ഉൽപാദനത്തിന് വേണ്ടി നമ്മൾ രാസവളങ്ങളും രാസകീടനാശികളും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് കോട്ടങ്ങൾ തട്ടുണ്ട് അല്ലെ. പ്രകൃതി എന്താണ് മലിനമാവുന്നില്ല എന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ളതിൽ നിന്ന് നല്ല രീതിയിൽ വികസനം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം ഉണ്ടാക്കിയെടുക്കുക, പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക സൗഹൃദം നിലനിർത്തുന്ന വികസനം എന്നാണ് അർത്ഥം. സുസ്ഥിര വികസനം ഒരിക്കലും പരിസ്ഥിതിക്ക് ഹാനി ഉണ്ടാക്കുന്നില്ല. ഭാവി തലമുറകളുടെ വികസന സാധ്യതകൾ പ്രതിബന്ധമാവുന്നില്ല. ഭാവി തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഘാതമാകാത്ത രീതിയിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം. ഇന്നത്തെ കാലത്തുള്ള ആവശ്യങ്ങൾ നിറവേറ്റും വേണം, എന്നാൽ ഭാവി തലമുറക്ക് അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവാനും പാടില്ല. ഇതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. എന്നാൽ സുസ്ഥിര വികസനത്തിന്റെ മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, ജനസംഖ്യ പരിമിതപ്പെടുത്തുക. ജനങ്ങളുടെ അമിതമായിട്ടുള്ള വളർച്ചയാണ് പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് തൊഴിൽ കണ്ടെത്തണം, നല്ല രീതിയിൽ ഭക്ഷണം കണ്ടെത്തണം. ഇതൊക്കെ എന്താണ് ജനങ്ങളുടെ ഈ അമിതമായിട്ടുള്ള ജനസംഖ്യ വർധനമാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത്. നിവേശനങ്ങൾ തീർത്തും ഫലപ്രദമാവുന്ന സാങ്കേതികവിദ്യ സ്വീകരിക്കുക. ഇവിടെ ഇരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപാദനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പുതുക്കാവുന്ന വിഭവങ്ങൾ നിലനിൽക്കാവുന്ന വിധത്തിൽ മാത്രം ചൂഷണം ചെയ്യുക. അല്ലെ, പുതുക്കാവുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കൽക്കരി, പെട്രോളിയം അല്ലെങ്കിൽ ഡീസൽ പോലെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഭാവി തലമുറക്ക് അത് കിട്ടാത്ത രീതിക്ക് വരും. എന്നാൽ എന്താണ് പുതുക്കാവുന്ന വിഭവങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വായുവിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാം, വെള്ളത്തിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, സൂര്യനിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനത്തെ രീതിയിലുള്ള ഉൽപ്പാദനത്തിന് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിക്ക് ഒരുപാട് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നേരിടുകയില്ല. മലിനീകരണം മൂലം കാര്യക്ഷമത ഉണ്ടാക്കുന്ന ഹാനി നികത്തുക. മലിനീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സുസ്ഥിര വികസനത്തിൽ ഒരുപാട് തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്ന്, ഊർജ്ജത്തിന് പാരമ്പര്യ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തുക. താപവൈദ്യുതി, ജലവൈദ്യുതി പദ്ധതിക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതായത് പാരമ്പര്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾക്ക്. ഇപ്പൊ നമ്മൾ കൽക്കരി, പെട്രോള്, ഡീസൽ ഇവയിൽ നിന്നൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ സൂര്യനിൽ നിന്നും ജലത്തിൽ നിന്നും വായുവിൽ നിന്നൊക്കെ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭാവി തലമുറകൾക്ക് കൂടി അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ ഗോബർ ഗ്യാസും LPG ഉപയോഗിക്കുക. LPG അല്ലെ ഗോബർ ഗ്യാസ്. അതുപോലെ നഗരപ്രദേശങ്ങളിൽ CNGക്ക് പ്രാധാന്യം കൊടുക്കുക. കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിന് പ്രാധാന്യം കൊടുക്കുക. സൗരോർജ്ജത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. മിനി ജലവിദ്യുത് പദ്ധതികൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ അണക്കെട്ടുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് പകരം ചെറിയ ചെറിയ അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച്
കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് കൂടുതലായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും ഇപ്പൊ നമ്മളെന്താണ് മരുന്നുകൾക്കും മറ്റുമായിട്ട് നമ്മളെന്താണ് കൂടുതലായിട്ട് ഇംഗ്ലീഷ് മരുന്നുകളും മറ്റാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നാടൻ മരുന്നുകളും അല്ലെങ്കിൽ ആരോഗ്യം നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ജൈവ കൃഷി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ഇന്നത്തെ കാലത്ത് രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള ഉൽപാദനത്തിന് പകരം അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ ഉൽപാദനത്തിന് പകരം ജൈവവളങ്ങളും ജൈവ കീടനാശിനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ആരോഗ്യത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യൻ എക്കോണമിയുടെ 9ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് പരിസ്ഥിതി സുസ്ഥിര വികസനം എന്നുള്ളത്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ സുസ്ഥിര വികസനം എന്തായാലും അടുത്ത പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ഈ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 32ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും മാധ്യം മാധ്യാംഗം എന്നിവ കണ്ടുപിടിക്കുക. മീനും മീഡിയം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ അടുത്ത പാർട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും താഴ്ന്ന ചതുർത്ഥത്തിന്റെ മൂല്യം കണക്കാക്കുക. Q1 അഥവാ ചതുർത്ഥങ്ങൾ അഥവാ കോട്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞുള്ളത്. 2 മാർക്കിന് ആ ചോദ്യം വന്നിട്ടുണ്ട്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, 1991 നയങ്ങളായ ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും പ്രത്യേകത വിശദീകരിക്കുക. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസീസ് ഇൻ 1991. എന്താണ് ഉദാരവൽക്കരണം, എന്താണ് ആഗോളവൽക്കരണം, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാർ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ പറഞ്ഞാല് പല സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏകദേശം ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ എന്താണ് ഈ ഒരു നിയന്ത്രണം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലെ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും വളർച്ച വികസനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇറക്കുമതിയിലും കയറ്റുമതിയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിലെ ഒരുവിധം വ്യവസായങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൂടുതൽ വ്യവസായങ്ങൾ നിയന്ത്രണം ആരുടെ കീഴിലായിരുന്നു? ഗവൺമെന്റ് കീഴിലായിരുന്നു. അപ്പം ഈ ഒരു ഗവൺമെന്റിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും വളർച്ചയോ വികസനം ഉണ്ടാവണില്ല, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും പുരോഗതി പ്രാപിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം സമ്പദ് വ്യവസ്ഥ മോചിപ്പിക്കുക എന്നാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. ആദ്യത്തെ കാലത്തിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാരായിരുന്നു കൂടുതലായിട്ടും ഇങ്ങനെ സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്താണ് ഇതൊരു ഈ ഗവൺമെന്റ് നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവയുടെ വളർച്ചയ്ക്കുള്ള ഒരു തടസ്സപ്പെടുത്തലായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ കാലത്ത് ഗവൺമെന്റ് ലൈസൻസ് പെർമിറ്റ് രാജ്യമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് അഴിമതിക്കും അല്ലെങ്കിൽ ഒരുപാട് അഴിമതി ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കൊക്കെ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഴിമതിക്കും കാലതാമസം കാര്യക്ഷമതയില്ലായ്മയും കാരണമായി ലൈസൻസിംഗ് ചില വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്യൽ, സ്വകാര്യ മേഖലയ്ക്ക് സംവരണം, കുത്തക നിയന്ത്രണ നിയമം, വിദേശ നാണയ നിയന്ത്രണ നിയമം, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ. നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങൾക്ക് വികസിക്കാനുള്ള യാതൊരു ഇതും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസനം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഉള്ള നിയന്ത്രണം എടുത്തു കളയാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പിന്നീട് നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ വീണ്ടും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ലൈസൻസ് നിർത്തലാക്കി. അന്നത്തെ കാലത്ത് ഒരുവിധം സ്ഥാപനങ്ങളുടെ മേലൊക്കെ ലൈസൻസ് ഏർപ്പാടാക്കുമായിരുന്നു. കാരണം ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കണം. അതിനുവേണ്ടി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് കൈക്കൂലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈടാക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ലൈസൻസ് നിർത്തലാക്കി. പുതിയ നയമനുസരിച്ച് മദ്യനിർമ്മാണം, സിഗരറ്റ് നിർമ്മാണം, ആപൽക്കരമായ രാസവസ്തുക്കളുടെ നിർമ്മാണം, വ്യാവസായിക സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, ഔഷധ നിർമ്മാണം തുടങ്ങിയ ചില വ്യവസായങ്ങൾക്ക് മാത്രമേ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള വ്യവസായങ്ങളൊക്കെ ലൈസൻസ് ഒഴിവാക്കണം ചെയ്യുക. സംവരണം നിർത്തലാക്കി. ചില സ്ഥാപനങ്ങൾക്കായിട്ട് പ്രത്യേക സംവരണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊതുമേഖലയിലെ ചില സ്ഥാപനങ്ങൾ കൂടുതൽ സംവരണം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിർത്തലാക്കി. ചെറുകിട മേഖലയ്ക്കുള്ള സംവരണം നിർത്തി. ആദ്യത്തെ കാലത്ത് ചെറുകിട മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതൊക്കെ വലിയ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വകാര്യ കുത്തക നിയമത്തിനും വിദേശ നാണയ നിയമത്തിനും ഭേദഗതി. സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് സൗകര്യപ്പെടുന്ന വിധത്തിൽ കുത്തക നിയന്ത്രണ നിയമവും വിദേശ നാണയ നിയന്ത്രണവും ഒക്കെ ഭേദഗതി ചെയ്തു. അതുപോലെ ധനകാര്യ മേഖല പരിഷ്കാരങ്ങൾ. ധനകാര്യ മേഖലയിൽ ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ് ഉദാരമാക്കി. ICICI, HDFC പോലുള്ള ആധുനിക സ്വകാര്യ ബാങ്കുകൾക്കും വിദേശ ബാങ്കുകൾക്കും അനുമതി നൽകി. നിക്ഷേപ നിരക്കിനെയും വായ്പ നിരക്കിനെയും നിയന്ത്രണം എടുത്തു കളഞ്ഞ്. അതുപോലെ തന്നെ CRR, SLR എന്നിവർ കുറച്ച് ബാങ്കുകൾക്ക് ബിസിനസ് ചെയ്യാൻ കൂടുതലായിട്ട് പണം ഉണ്ടാവുകയാണ്. സ്വകാര്യ മേഖലയിൽ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കി. മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കാൻ തുടങ്ങി. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് കൂടുതലായിട്ട് അവസരങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടുകളൊക്കെ തുടങ്ങി. നികുതി പരിഷ്കാരങ്ങൾ ഒരുപാട് മാറ്റം വരുത്തി. അന്നത്തെ കാലത്ത് നമ്മൾ ഗവൺമെന്റ് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന സാധനങ്ങളുടെ മേലൊക്കെ ഗവൺമെന്റ് നികുതി ചുമത്തുമായിരുന്നു. താരിഫ് കോട്ടയുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ച്, എക്സൈസ് ഡ്യൂട്ടി കുറച്ച്, കമ്പനി നികുതി കുറച്ച്, വ്യക്തിഗത ആദായ നികുതി കുറച്ച്, വിദേശ നാണയത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം, ഇറക്കുമതി ഉദാരവൽക്കരിച്ച്, ഇറക്കുമതിയുടെ അളവിലുള്ള നിയന്ത്രണം നീക്കി, ഇറക്കുമതി ചുങ്കം കുറച്ച്, ഇറക്കുമതി ലൈസൻസ് നിർത്തലാക്കി, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കും, കയറ്റുമതി ചുങ്കം നിർത്തലാക്കി. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. അതുപോലെ കൊണ്ടുവന്നാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
അല്ലെ? ഇന്നത്തെ കാലത്ത് നമ്മളെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളെ കമ്പോളത്തിൽ കാണപ്പെടുന്ന പല വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളും കടന്നു വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ രാജ്യത്തുള്ള ഏതൊരു വസ്തുവും വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാനും വിദേശ രാജ്യങ്ങളിലെ ഏത് വസ്തുക്കളും നമ്മുടെ രാജ്യത്തെ ഇറക്കുമതി ചെയ്യാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇതാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിക്കണം. രണ്ട് രാജ്യങ്ങൾ എന്നതിന് പകരമാണ് ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുകയാണ്. സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തികളിലേക്ക് സ്വതന്ത്രമായി ഒഴുകല്. നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടുത്തെ സാധനങ്ങളും സേവനങ്ങളും അതുപോലെ ആളുകൾ വരെ ഒഴുകാൻ തുടങ്ങി. ആളുകൾ ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ കണ്ടെത്തുക, അവിടെ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്തി അതിനനുസരിച്ചുള്ള വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് ആളുകളുടെ ഒഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ചെലവ് കുറയുന്നതിലെ കമ്പോള വികസനം അല്ലെ, അതായത് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷനിലെ മാറ്റങ്ങൾ വന്നു. പുറം കരാർ അഥവാ പുറം വാങ്ങലൊക്കെ കാരണമായി അല്ലെ. പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ പുറമെയുള്ളതിനെ സ്വീകരിക്കാൻ അർത്ഥം. നമ്മുടെ രാജ്യത്തുള്ള നിർമ്മിത വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ അയക്കാം. അതിൽ വിദേശ നിർമ്മിത വസ്തുക്കൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്യാം. ലോക വ്യാപാര സംഘടനയുടെ കടന്നുവരവാണ് ഈ സമയത്ത് ഉണ്ടായത്. 1995 ലോക വ്യാപാര സംഘടന രൂപം കൊണ്ടുള്ളത്. 1935 രൂപം കൊണ്ട ഗാട്ടിന് പകരമായിട്ട് 1995 വന്നാണ് ലോക വ്യാപാര സംഘടന. ഈ സംഘടനയിലെ എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്യാനും ഇറക്കുമതി കയറ്റുമതി ചെയ്യാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങളും തുല്യ അവസരം കൊടുക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തേക്കാൾ കൂടുതൽ എല്ലാ രാജ്യങ്ങളും നമ്മളെ വ്യാപാരത്തിന് കൂടുതലായിട്ട് പ്രോത്സാഹനം നൽകി. വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത് ബാങ്കിങ്, ഇൻഷുറൻസ് പോലെ സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തി. വ്യാപാര രംഗത്ത് താഴ്ന്നതിന് പുറമെയുള്ള പ്രതിബന്ധങ്ങൾ നീക്കി. ഉദാഹരണം കോട്ട പോലുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പരിധിയിൽ വ്യാപാരബന്ധമായ ഭൗതിക സ്വത്തവകാശങ്ങളും ഒക്കെ നീക്കം ചെയ്തു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യാണ്. അപ്പം ഇതിനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇതാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതായത് എന്താണ് ചോദിച്ചുള്ളത്, ഉദാരവൽക്കരണം, ആൽക്കഹോളവൽക്കരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. 5 മാർക്കിനും 8 മാർക്കിനും ഈ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പബ്ലിക് എക്സാമിന്. ഇനി അടുത്ത പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി എക്സാം ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ എഴുതി മനസ്സിലാക്കി തരുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2023, 2022 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ എക്സാമിന് ആവർത്തിച്ച് വരുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്ക് ഏകദേശം അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അതേ ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. 2023 ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് 2024 അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അപ്പൊ അതിന് ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും.